കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ സമയം കൊണ്ട് അളവിൽ കൂടുതൽ മഴ ലഭിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മടിക്കയിലെ കർഷകർ. കോടിക്കണക്കിന് രൂപയുടെ നേന്ത്രവാഴ കൃഷിയാണ് നശിച്ചത്. കൃഷിനാശമുണ്ടായ പ്രദേശങ്ങളിൽ ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ഈ റിപ്പോർട്ടിന് ശേഷം ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. ഇനി വാർത്തകൾ 5 മണിക്ക്. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അളവിൽ മഴ കുറഞ്ഞ സമയം കൊണ്ട് പെയ്തതാണ് കാസർഗോഡ് മടിക്കയിൽ കൃഷി ചെയ്യുന്ന നിരവധി നേന്ത്രവാഴകൾ നശിക്കുവാൻ കാരണം. കൃഷിസ്ഥലങ്ങളിൽ വെള്ളം കയറി. ദിവസങ്ങളായി കനത്തു പെയ്ത മഴയിലും കാറ്റിലും വാഴകൾ പകുതിയും ഒടിഞ്ഞു വീണും ബാക്കിയുള്ളത് വെള്ളം കെട്ടിനിന്ന് പഴുത്തുണങ്ങി നിലംപൊത്തുകയുമാണ്. കാസർഗോഡിന്റെ വാഴത്തോട്ടമായ മടിക്കൈ പഞ്ചായത്തിലെ കണിച്ചിറ, മണക്കടവ് എന്നിവിടങ്ങളിലാണ് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ PK സ്മിത നന്ദിനിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. കൊലകളൊന്നും ഇതുവരെ മൂപ്പെത്താത്ത കൊലകളാണ്. ഇപ്പോൾ കർഷകർക്ക് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കർഷകർ ഇൻഷുർ ചെയ്ത കർഷകർക്ക് അതിനുള്ള ആനുകൂല്യം കൊടുക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ എല്ലാ കർഷകരും എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് അവർ അപേക്ഷ എയിംസ് പോർട്ടലിൽ ചെയ്യുക. സമയബന്ധിതമായിട്ട് തന്നെ കൃഷിഭവൻ അത് പരിശോധിക്കും. അപ്പോൾ കർഷകർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൃഷിഭവൻ തലത്തിൽ തന്നെ ചെയ്യും. മൂപ്പെത്താത്ത കുലകൾ സഹകരണ സംഘങ്ങളിലോ മൊത്ത കച്ചവടക്കാരോ വാങ്ങുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. കാലവർഷം ആദ്യം വന്നതുകൊണ്ട് നമ്മളിപ്പോൾ വാഴ കൃഷിയിൽ ഭയങ്കര ഇതാണ്. വാഴയെല്ലാം മുങ്ങിപ്പോയി, എല്ലാം പഴുത്തു പോയി. അത് ഇപ്പോൾ പറഞ്ഞാൽ 50,000 ചിലവുണ്ട്. കൊല ഇപ്പോൾ ഒന്നും കൊത്താനില്ല. അതൊക്കെ ഇപ്പോൾ 1 കിലോ കായ് പോലെ 17 രൂപ തോലെ കിട്ടുന്നുണ്ട്. എങ്ങനെ നഷ്ടം? നമുക്കൊരു 60,000 രൂപ ഇപ്പോൾ നഷ്ടം വന്നിട്ടുണ്ട്. വിളവിന് പാകമാവാത്ത വാഴകളാണ് നശിച്ചവയിൽ ഏറെയും. കഴിഞ്ഞ വർഷങ്ങളിൽ ജൂൺ പകുതിയാകുമ്പോഴേക്കും വിളവെടുപ്പ് കഴിഞ്ഞിരുന്നു. നേരത്തെ എത്തിയ മഴയും പാടങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങാത്തതുമാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.